ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മൈക്രോഗ്രീൻ കൊണ്ടൊരു തോരനാണ്. 10 ദിവസം കൊണ്ട് ഇലകൾ മുറിച്ചെടുത്ത് തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതറിയുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു റെസിപ്പി. എല്ലാവരും ചെയ്ത് നോക്കണം. വീട്ടിൽ കുറച്ച് സമയം ചിലവഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറികൾ കിട്ടും. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിൽ നമുക്ക് ആവശ്യമുള്ള ചെറുപയറിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 8 മണിക്കൂർ ഇങ്ങനെ വെക്കണം. അങ്ങനെ തലേ ദിവസം വെച്ചിട്ടുള്ള ചെറുപയറാണിത്. ഇനി ഇതുപോലത്തെ ഒരു ട്രേ എടുത്ത് അതിലേക്ക് പേപ്പർ വിരിച്ചു കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഞാനൊരു പഴയ ട്രേ ആണ് എടുത്തത്. ഇതുപോലെ ഉപയോഗിക്കാത്ത ട്രേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി നനച്ച് കൊടുക്കണം. വലിപ്പമുള്ള ട്രേകൾ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഇലകൾ കറക്റ്റായിട്ട് കിട്ടും. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ചെറുപയർ എടുത്ത് വെക്കണം. ഇതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറുപയർ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് നന്നായിട്ടെല്ലാം മുള വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ തുണി മാറ്റിക്കൊടുക്കാം. ഇനി ഈ തുണി ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ 10 ദിവസം മുൻപേ ചെയ്ത് വെച്ച ചെടികളാണിത്. മുതിരയുടെ ഇലയാണിത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ബൗൾ നിറച്ചും കിട്ടിയിട്ടുണ്ട്. വലിയ ട്രേ ആയതുകൊണ്ടാണ് ഒരു പ്രാവശ്യത്തേക്ക് വെക്കാനുള്ളത് കറക്റ്റായിട്ട് കിട്ടും. ഇതിനി നന്നായി കഴുകി മുറിച്ചെടുക്കണം. സാധാരണ ചീരയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ മുറിച്ചെടുക്കാം. ഇലകളെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് കളയാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടിയിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി വേണ്ടത് 2 ഉള്ളി, കുറച്ച് തേങ്ങ, 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് ഉള്ളിയാണ്. ഉള്ളി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ മുറിച്ച് വെച്ച ഇലകളാണ്. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. പയർ വേവിക്കുമ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചീരയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും. പയർ ഇടാതെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. തേങ്ങയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറികളാണ്. ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കാൻ മണ്ണിൻ്റെ ആവശ്യമേ ഇല്ല. കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂവോ ഉണ്ടായാൽ മതി. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോകൾ ഇടുന്നതായിരിക്കും. എന്നും പറയുന്നത് പോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടി അറിയിക്കുക. ഇനിയൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.